ഇനി ഗുരുവായൂർ ഏകാദശിക്ക് 9 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഉദയാസ്തമന പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. അതേസമയം ദേവസ്വം നിലപാട് മാറ്റാത്തതിനെതിരെ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭം കടുപ്പിക്കുകയും ചെയ്തു. ഒരുങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, നമ്മളിപ്പോൾ കേട്ടതാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ സംവിധായകൻ കൂടിയായിട്ടുള്ള വിജി തമ്പിയുടെ അഭിപ്രായം നമ്മളിപ്പോൾ നൽകിയതാണ്. അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇനിയും 9 ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശിക്ക് അവശേഷിക്കുന്നത്. എന്താണ് ഈ ഉദയാസ്തമന പൂജ പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ആനന്ദ്? വിനോദ്, എന്തായാലും ഈ ഏകാദശി ഡിസംബർ 11-നാണ് ഈ വർഷത്തെ ഏകാദശി. 9 ദിവസങ്ങൾ മാത്രമാണ് ഇനി അതിനുവേണ്ടി അവശേഷിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ ഈ കവാടത്തിനരികിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ കൃഷ്ണന്റെ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിവസം, അർജുനന് ഗീതോപദേശം കൊടുത്ത ദിവസം, ആ ദിവസമാണ് പൊതുവെ ഗുരുവായൂർ ഏകാദശിയായി നടത്തുന്നത്. അന്ന് തന്നെയാണ് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഉദയാസ്തമന പൂജ നടത്തുന്നത്. എന്തായാലും ദേവസ്വം അത്തരത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് ആ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് ഇതുവരെ പുറകോട്ട് പോകാൻ ദേവസ്വം തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഈ കേസ് നാളെ കോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ ഹിന്ദു സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് വിവിധ ഹിന്ദുജന സംഘടനയുടെ നേതൃത്വത്തിലൂടെ ഭക്തജന കൂട്ടായ്മ വെച്ചു. അപ്പോഴെല്ലാം ആ സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ടാവണം. അത് തന്ത്രിയും ദേവസ്വത്തിനെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ഈ ആചാരങ്ങളെ മാറ്റിക്കൊണ്ട് ഭക്തജനങ്ങളുടെ സമയക്രമം എന്നുള്ള ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പൂജ മാറ്റാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ പ്രഖ്യാപിത നിലപാട്. എന്തായാലും കോടതിയിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ സംഘടനകളും ഉള്ളത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര രക്ഷാസമിതി, ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് പരാതി നൽകിയിരുന്നു. മാത്രമല്ല നിരവധി പരാതികൾ ആ തലത്തിലേക്ക് ദേവസ്വത്തിലേക്കും എല്ലാം കൊടുക്കുന്നുണ്ട് ഹിന്ദു സംഘടനകൾ. യാതൊരു കാരണവശാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആചാരങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അനുവദനീയമല്ല എന്ന് തന്നെയാണ് ക്ഷേത്ര രക്ഷാസമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, VHP തുടങ്ങിയിട്ടുള്ള എല്ലാ ഹിന്ദു ഐക്യ സംഘടനകളും ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏകാദശി. ശ്രീശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധികൾ, അനുഷ്ഠാന ക്രമങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റം വരുത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്ത്രിയായാലും ദേവസ്വമായാലും അതിന് അനുകൂലമായിട്ടുള്ള നിലപാട്, ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ എല്ലാ കാലഘട്ടത്തിലും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളായിരിക്കണം തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്ന് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാ ഹൈന്ദവ സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. ആനന്ദ്, ഈ ഒരു അവസരത്തിൽ ക്ഷേത്ര രക്ഷാസമിതി അവരുടെ അഭിപ്രായം നമ്മൾ നേരത്തെ കേട്ടതാണ്. പക്ഷേ നാളെ കോടതിയിലേക്ക് ഈ വിഷയം വീണ്ടും വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ വീണ്ടും ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ ക്ഷേത്ര രക്ഷാസമിതി നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര രക്ഷാസമിതി എന്ന് പറയുന്നത്. ആ സമിതി ഏതൊരു കാലഘട്ടത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് നേരെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സമയത്തും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളോടെ തന്നെ ഈ ക്ഷേത്രത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടന തന്നെയാണെന്നാണ് ഭക്തജനങ്ങളുടെ പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും അവരും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നിയമപരമായിട്ട് പോരാടാൻ തന്നെയാണ് ക്ഷേത്ര രക്ഷാസമിതിയുടെ തീരുമാനം. നാളത്തോടു കൂടി തന്നെ നമുക്കിതിൻ്റെ ഏതാണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. കോടതിയിൽ നിന്ന് നാളെ ഒരു വിധി ഉണ്ടായിരിക്കും. അതിനുശേഷം എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ നടക്കിലാണ് ആ ഒരു ഭക്തജനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആയിരങ്ങൾ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ശബരിമല സീസൺ കൂടിയാണ്. അപ്പോൾ ആ ശബരിമല അയ്യപ്പന്മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അത്തരത്തിലുള്ള തീർത്ഥാടകരും നാട്ടിലെ തീർത്ഥാടകരും എല്ലാം കൂടിക്കൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി പറയുന്ന പോലെ തന്നെ ഭൂലോക വൈകുണ്ഠനാഥന്റെ സന്നിധി ഓരോ ദിവസം കഴിയുന്തോറും ഭക്തജന സാന്ദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഭക്തജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളിലേക്ക് ദേവസ്വം എത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് ദേവസ്വം മാറുകയോ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയോ ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്ക് ആനന്ദ് പുതൂരാണ് ഗുരുവായൂരിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയത്.